ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മറയാക്കി സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന പരിപാടിയാണ് ഇതെന്ന് ആരോപിച്ചാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് തങ്ങളുടെ വാദം കേൾക്കണമെന്നാണ് ബോർഡിന്റെ ആവശ്യം. ബി ബാലഗോപാൽ വിശദവിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. ആഗോള അയ്യപ്പ സംഗമം നടത്തിയേ തീരൂ എന്ന പിടിവാശിയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇതിന്റെ ആവശ്യം എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വരുന്നു. ഇതിന്റെ അവസാനം എന്തായിരിക്കും? ഈ കല്ലും നെല്ലും തിരിഞ്ഞ് എങ്ങോട്ട് എന്നതാണ് നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം. മോദി, ഗുഡ് മോർണിംഗ്. മോദി പറഞ്ഞതുപോലെ തന്നെ ആഗോള അയ്യപ്പ സംഗമം നടക്കുമോ ഇല്ലേ എന്ന കാര്യം ഇന്ന് അറിയാം. കാരണം സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുകയാണ്. സുപ്രീം കോടതി ഇതിൽ ഇടപെടാൻ വിസമ്മതിക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 20 പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതായിരിക്കും. പക്ഷേ ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇതുമായി ബന്ധപ്പെട്ട 3 ഹർജികളാണ് വരുന്നത്. BC അജികുമാർ, അതുപോലെ തന്നെ ഡോക്ടർ PS മഹേന്ദ്രകുമാർ, അജീഷ് ഗോപി കളത്തിൽ തുടങ്ങിയ 3 പേർ നൽകിയിരിക്കുന്ന ഹർജികളാണ് ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്കായി വരുന്നത്. വളരെ ശക്തമായ വാദപ്രതിവാദങ്ങളൊക്കെ കോടതിയിൽ നടക്കാൻ ഇടയുണ്ട്. കാരണം സീനിയർ അഭിഭാഷകൻ PB കൃഷ്ണൻ ഈ ഹർജിക്കാരിൽ ഒരാൾക്ക് വേണ്ടി ഹാജരാകുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ B ഗിരിയാണ് ഹാജരാകുന്നത്. സംസ്ഥാന സർക്കാർ ബോർഡിനെ പിന്തുണച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാകുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാറിനെയാണ് ബോർഡ് ഇന്ന് സംസ്ഥാന സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ ഈ കേസിന് വേണ്ടി ഹാജരാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കാനാണ് സാധ്യത. ഏതായാലും ഈ ഹർജിക്കാർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മറയാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു രാഷ്ട്രീയ പരിപാടിയാണ് പമ്പയിൽ നടത്തുന്നത്. പമ്പയിലെ പാരിസ്ഥിതിക ലോല മേഖലയിലാണ് ഈ പരിപാടി നടത്തുന്നത്. അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും ഇത്തരമൊരു പരിപാടി നടത്തുന്നതിന് ഭരണഘടനാപരവും ചട്ടപ്രകാരവും അധികാരമില്ല തുടങ്ങിയ വാദങ്ങളാണ് ഇവർ കോടതിയിൽ ഉന്നയിക്കാനൊക്കെ വേണ്ടി പോകുന്നത്. പക്ഷേ ജസ്റ്റിസുമാരായ PS നരസിംഹയും AS ചന്ദ്രക്കറും അടങ്ങുന്ന ബെഞ്ച് ഇതിലെടുക്കുന്ന നിലപാട് വളരെ നിർണായകമായിരിക്കും. കാരണം സ്റ്റേ ഉത്തരവ് കോടതി പുറപ്പെടുവിക്കുകയാണെങ്കിൽ ഈ അയ്യപ്പ സംഗമം നടക്കില്ല. പക്ഷേ കോടതി ഇടപെടാൻ വിസമ്മതിക്കുകയാണെങ്കിൽ സംസ്ഥാനവും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒക്കെ തീരുമാനിച്ചതുപോലെ തന്നെ 20-ാം തീയതി പമ്പയിൽ ഈ അയ്യപ്പ സംഗമം നടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് മുമ്പ് സുപ്രീം കോടതി എടുക്കാൻ വേണ്ടി പോകുന്ന ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിലപാട് വളരെ നിർണായകമായിരിക്കും. മോത്തി.